ഹലോ, ഇന്ന് അമ്മ വരാന്ന് പറഞ്ഞായിരുന്നേ. അത് കേട്ടപാടെ ഒരാൾ പുറത്ത് പോയി തുള്ളിച്ചാട്ടാട്ടോ. വല്ലപ്പോഴും അമ്മ വീട്ടിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷാ. എപ്പോഴെങ്കിലല്ലേ വരുള്ളൂ. അപ്പോൾ അത് കേട്ടപാടെ പുറത്ത് പോയിട്ട് തുള്ളിച്ചാട്ടവും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞു തണുപ്പുവെള്ളം എൻ്റെ ഉള്ളിലേക്ക് കയറുന്നേ. സമ്മതിക്കുന്നില്ല. അമ്മമ്മ വന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ വാശിയിൽ നിൽക്കുക. എന്നാൽ പിന്നെ നീ അവിടെ നിന്നോ പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് വന്നു കേട്ടോ. കുറേ നേരം എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അമ്മമ്മ ഇപ്പോൾ വിളിച്ച് വെച്ചിട്ടുള്ളൂ, ഇപ്പോൾ വരാനായിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ എന്ന്. പിന്നെ ഓരോ വണ്ടി റോട്ടിൽ കൂടെ പോകുമ്പോൾ എൻ്റെ മുഖത്തേക്ക് അവൻ നോക്കുക കേട്ടോ. കാര്യം എന്താ അമ്മ ഒരു വണ്ടിയും നിർത്താണ്ട് പോണേന്ന്. അപ്പോഴാണ് അടുത്ത വണ്ടിയിൽ അമ്മ വന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത്. ഓടിപ്പോയി അമ്മൻ്റെ കയ്യിലുള്ള കവർ അങ്ങോട്ട് മേടിച്ചു. വേറെ ഒന്നുമല്ല, അവൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു അമ്മമ്മ എനിക്ക് നോട്ട് ബുക്കും കളർ പെന്നൊക്കെ കൊണ്ടുവരണമെന്ന്. ആര് വന്നാലും അത് മാത്രമേ പറയാറുള്ളൂ. എത്ര വാങ്ങിക്കൊടുത്താലും എല്ലാം നശിപ്പിച്ച് കളിയിട്ട്, അതാണ് അവൻ്റെ പ്രവൃത്തി. പിന്നെ അമ്മ പറഞ്ഞു അതാ നിനക്കൊരു സാധനം കൊണ്ടുവന്നിരിക്കണം. പോയി നോക്കുമ്പോൾ എന്താ, അവന് ഇഷ്ടപ്പെട്ട ബ്രോസ്റ്റഡ്. ആര് വന്നാലും അവന് ബ്രോസ്റ്റഡാട്ടോ കൊണ്ടുവരും. കാര്യം അവന് ഇഷ്ടപ്പെട്ട ഒരേ ഒരു സാധനം ബ്രോസ്റ്റഡാണ്. ഇപ്പോൾ ഒന്നും നമ്മളെ ഇഷ്ടത്തിനൊന്നും കൊണ്ടുവരാറില്ല. ആദ്യമൊക്കെ ഓട്ടിപ്പോയി ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളാട്ടോ കവറൊക്കെ മേടിക്കുക. ഇപ്പം നമ്മളെ റോളൊക്കെ തീർന്നു. ഇപ്പം വേറെ ആൾക്കാരാണ് റോളൊക്കെ ഏറ്റെടുത്തത്. അങ്ങനെ ഓടി പോയിട്ട് അടുക്കളയിൽ പോയി പാത്രമൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ. നമ്മളെപ്പോലും ഓർക്കുന്നില്ല. ഒന്ന് വേണമെന്ന് പോലും ചോദിച്ചില്ല. അമ്മ അവന് ഇഷ്ടപ്പെട്ട കട്ട്ലേറ്റും ബ്രോസ്റ്റഡൊക്കെ വിളമ്പി കൊടുത്ത് തീറ്റിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ലാവിഷോടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അമ്മമ്മയും മോനും കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അമ്മ എന്തൊക്കെയൊക്കെയോ ചോദിക്കുന്നുണ്ട്. പിന്നെ ഓരോ സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് ഉമ്മയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനും പോയിരുന്നു. കുറേ നാളായല്ലോ വന്നിട്ട്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയാണ്. എത്രയായാലും കെട്ടിച്ച വിട്ട മക്കളെ കാണാൻ അമ്മയും അച്ഛനും വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അങ്ങനത്തെ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത്. കാര്യം എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും പണിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത്. ആ കാത്തിരിപ്പിന് ഒരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം.